ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ദ റിയൽ കേരള സ്റ്റോറി എന്താണെന്നറിയണ്ടേ? നമ്മുടെ വൈറൽ താരം മൊണാലിസ വിവാഹിതയായി. മുഹമ്മദ് ഫർമാനാണ് വരൻ. അപ്പോൾ അതാണ് ഈ വാർത്ത കേട്ടോ. റിയൽ കേരള സ്റ്റോറി. ഭാവുകങ്ങളുമായി നാട്ടുകാർ, വിവാഹത്തിന് CPM നേതാക്കളും. ഇനി വാർത്ത പറയുന്നത്, പ്രണയത്തെ വീട്ടുകാർ എതിർത്തപ്പോൾ കേരളത്തിലെത്തി വിവാഹിതരായ മൊണാലിസയ്ക്കും മുഹമ്മദ് ഫർമാനും ഭാവുകങ്ങളുമായി നാട്ടുകാർ. ബുധനാഴ്ച ഇവരുടെ വിവാഹത്തിന് വേദിയായ അരിമാനൂർ നേനാർ ദേവക്ഷേത്രത്തിലെ കാഴ്ചയെ ആളുകൾ വിശേഷിപ്പിച്ചത് റിയൽ കേരള സ്റ്റോറി എന്നാണ്. വ്യത്യസ്ത മതങ്ങളിൽ നിന്ന് ഉള്ളവരുടെ വിവാഹം ഒരു കലഹവുമില്ലാതെ ക്ഷേത്രമുറ്റത്ത് നടന്നു. വൈകിട്ടോടെ ക്ഷേത്രത്തിലെത്തിയ ഇരുവരും വിവാഹ വസ്ത്രങ്ങൾ അണിഞ്ഞത് ക്ഷേത്ര ഓഡിറ്റോറിയത്തിനുള്ളിലായിരുന്നു. ഇതിനിടെ വിവാഹ വാർത്തയറിഞ്ഞ് പ്രദേശവാസികളും മറ്റു സ്ഥലങ്ങളിൽ നിന്നുള്ളവരും ഇവിടെ എത്തി. ക്ഷേത്രത്തിൽ തൊഴുത ശേഷം 5:30 ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠയ്ക്ക് മുന്നിൽ ഇരുവരും ഭരണമാല്യം ചാർത്തി. വിവാഹത്തിനായി ക്ഷേത്രത്തിലെത്തിയ ഇവർക്ക് സഹായവുമായി ക്ഷേത്ര ഭാരവാഹികളാണ് മുന്നിൽ നിന്നത്. വിവാഹിതരാകാൻ തീരുമാനിച്ചപ്പോൾ ഏറ്റവും സുരക്ഷിതമായ സ്ഥലമെന്ന് കണ്ടാണ് ഇരുവരും കേരളത്തിലെത്തിയതെന്ന് വിവാഹത്തിൽ പങ്കെടുത്ത CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. മതേതരത്വമുള്ള നാടാണ് കേരളമെന്ന് ലോകത്തിന് ഇത്തരം മാതൃകകളിലൂടെ കാണിച്ചു കൊടുക്കുന്നതിൽ അഭിമാനിക്കാമെന്ന് മന്ത്രി V ശിവൻകുട്ടി പറഞ്ഞു. ഏത് മതത്തിൽപ്പെട്ട പ്രായപൂർത്തിയായവർക്കും വിവാഹിതരാകാനുള്ള അവകാശം കേരളത്തിൽ നിർഭയം സാധ്യമാകുമെന്ന് AA റഹീം MP പറഞ്ഞു. 6 മാസത്തെ പ്രണയം 60 വർഷം പോലെ തോന്നിയതിനാലാണ് വിവാഹമെന്ന തീരുമാനത്തിലേക്കെത്തിയത് എന്ന് ഫർമാൻ പറയുന്നു. പൂവാറിലെ സ്ഥലങ്ങൾ കാണുന്നതിനിടെ കഴിഞ്ഞ ദിവസം അരിമാനൂർ നേനാർ ദേവക്ഷേത്രത്തിലെത്തിയിരുന്നു. കേരളത്തിൽ തന്നെ തുടരാനാണ് ആഗ്രഹമെന്ന് ഫർമാൻ പറയുന്നു കേട്ടോ. ഇതാണ് റിയൽ കേരള സ്റ്റോറി. ഗോഡ് ബ്ലസ് യു. താങ്ക് യു ഫോർ വാച്ചിങ്.